മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കൂടെ പറയുന്നുണ്ട്. അവളാണെങ്കിൽ അമ്പലത്തിലോട്ട് വന്ന് ഇനിയുള്ള അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയാണെന്ന് പറയുമ്പോൾ അവൾ ഇനി എന്ത് പ്രാർത്ഥിച്ചിട്ടും എന്താ കാര്യം, അവൾക്ക് കണ്ണനെ നഷ്ടപ്പെട്ടില്ലേ അമ്മയെന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. ഇനി എൻ്റെ മോൾക്കാണെങ്കിൽ അവളുടെ കസേരയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്. അതിനാണ് അമ്മയെ ഞാൻ പറഞ്ഞത്, അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവളെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യം നമ്മുടെ മോൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. എൻ്റെ മോളുടെ കുഞ്ഞ് പോയപ്പോൾ അവൾ ഒരുപാട് ചിരിച്ചതല്ലേ, അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടണം, അത് ഈ ഒരു സമയത്താണ് കാര്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. നീ പറയുന്നതൊന്നും ആ മോഹിനി കേൾക്കേണ്ട, അവളെല്ലാം ചെവി കോർത്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ മകളെ അറിയിക്കുകയും നമ്മൾക്ക് എതിരായിട്ട് തന്നെ വരികയും ചെയ്യുമെന്നെല്ലാം പറയുമ്പോഴേക്കും അവളെ ഒന്ന് ഒതുക്കാനുണ്ട്. അവൾ കുറേ നാളായിട്ട് അഹങ്കരിച്ച് നടക്കുകയാണ്, അവളുടെ അഹങ്കാരം ഒന്ന് തീർത്ത് കൊടുക്കാനുണ്ടെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി മാർക്കോയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഒരുത്തനാണെങ്കിൽ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നെല്ലാം കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്. അവൻ ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണെന്നും അതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും ജീവനോടുകൂടി ഇരിക്കാൻ പാടില്ല എന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ് കണ്ണൻ. അങ്ങനെ അവിടെ അമ്മായി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അമ്മായിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, അമ്മായിയോട് എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല മോനെ എന്ന് പറയാണ്. കാറ് കൊണ്ടുവന്ന് അവൻ്റെ ബൈക്കിൽ ഇടിപ്പിച്ച സമയത്ത് തന്നെ അവനങ്ങോട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായെന്ന് പറയുമ്പോൾ കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്, ആ ഉള്ളിൽ കിടക്കുന്നവൻ അങ്ങോട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനമായെന്ന് മനസ്സിൽ കരുതുകയാണ് നമ്മുടെ കണ്ണൻ. അവൻ എന്തിനാണ് എന്നെ തോമസ് വൈദ്യൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്, ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് പോയി സംസാരിക്കാമെന്ന് വിളിച്ചത്, അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അവിടെ തന്നെ നിന്ന് അവനത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം അവൻ ഒഴിവായേനെ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് അമ്മായിയോട്. അമ്മായി പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ലല്ലോ മോനെ എന്ന് പറയുകയാണ്. പിന്നീട് മേഘനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഐസിയുലോട്ട് പോവുകയാണ് കണ്ണൻ. അങ്ങനെ മേഘൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജീവശവമായി കിടക്കുന്ന മേഘനെയാണ് കാണുന്നത്. അങ്ങനെ കണ്ണനാണെങ്കിൽ മേഘൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മേഘ മേഘ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ റിയാക്ഷനും മേഘൻ്റെ അടുത്ത് നിന്നും കിട്ടുന്നില്ല. അങ്ങനെ കണ്ണന് മനസ്സിലായിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഒരു കോമ സ്റ്റേജിലോട്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് കണ്ണൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ്റെ കിടപ്പ് കണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് കണ്ണൻ. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെയെല്ലാം വന്നതിൽ ഒരു യാതൊരുവിധ അത്ഭുതവുമില്ല, നിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെ വന്നത്, നീ എന്നെ ചതിച്ച് കൊല്ലാൻ വേണ്ടിയല്ലേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് മേഘനോടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണാനും കേൾക്കാനും മേഘന് പറ്റുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാനായിട്ട് ഒരു വിരൽ പോലും അനക്കാനുള്ള ശേഷി മേഘനില്ലായിരുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോനെ കാണാനായിട്ട് മുറിയിലോട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് മാർക്കോയുടെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്, എല്ലാം ആശ്വാസമായ തനിക്ക് വേണ്ടി തന്നെ മഹി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് മഹിയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നെല്ലാം പറയുകയാണ് കണ്ണൻ. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എനിക്കറിയാം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതെന്ന് എനിക്കറിയാമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഞാനിപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴേക്കും സാറിനും മഹാലക്ഷ്മിക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ചത്ത് കളഞ്ഞാൽ പോരെ എന്നൊക്കെ കണ്ണനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ മോളെ കാണാനായിട്ട് പോകണമെന്ന് പറയുമ്പോൾ, നീ ഏത് മോളെ കാണാൻ പോകുന്നത്, നിനക്ക് ഏത് മോളിരിക്കുന്നത്, ആ വിഹിത ബന്ധവും വെച്ച് നടക്കുന്ന അവളെ കാണാനായിട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിലയ്ക്കുമ്പോഴേക്കും എൻ്റെ മോളെ കാണാൻ എനിക്ക് ആരുടെ അവകാശമില്ല, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി നിർബന്ധിച്ച് തന്നെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ വിലക്കിക്കൊണ്ട് തന്നെ മോഹിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, നീ പോകരുത്, നിന്നെ ഇവിടെ നിർത്തുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതാപൻ വരുന്നുണ്ട്. എന്താ അമ്മ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവളാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇവളാണെങ്കിൽ ഇവിടെ മോളെ കാണാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധത്തോടു കൂടി പോകാൻ ഒരുങ്ങാണ്. ഇവളെ ഈ മുറിയിലിട്ട് നമുക്ക് പൂട്ടിയിടണം, അല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ മോഹിനിയെ മുറിയിലിട്ട് പൂട്ടാനായിട്ട് പോവുകയാണ്.
അതേസമയം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മഹാലക്ഷ്മി വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നത് മോഹിനിയാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് കുതിരി ഓടിക്കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ എനിക്കിവിടെ ജീവിച്ച് മതിയായി, മോളെ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഇവരുടെ കൈകൊണ്ട് തന്നെ ഞാൻ ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയാണ്. അങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ കാര്യമെന്ന് പറയുമ്പോൾ എന്നെ അവർ രണ്ടുപേരും കൂടെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മോളെ കാണാൻ വരുന്നതിന് വേണ്ടി, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ച നിങ്ങളെ ഇനി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിനുള്ളൊരു തക്ക മറുപടി തന്നെ ഞാൻ തരുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ നേരെ ചീറ്റിപ്പായുന്നുണ്ട് മഹാലക്ഷ്മി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.